അങ്ങനെ ഞാനൊരു കഥ കേട്ടു മക്കളെ. ആ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ അല്ല, മമ്മൂട്ടി അല്ല, ആര് അഭിനയിച്ചാലും അത് വമ്പൻ ഹിറ്റ് ആകുമെന്നാണ് പറച്ചില്. അപ്പോൾ ആ കഥയുടെ സത്യാവസ്ഥ എന്തെന്ന് നിങ്ങളൊന്ന് അറിയണ്ടേ? പിന്നെ ഈ പറയുന്ന ആ കഥയിലെ കഥാപാത്രങ്ങൾ തികച്ചും സാങ്കല്പികമാണെന്നാണ് പറയുന്നത്. പക്ഷേ സാങ്കല്പികമൊന്നുമല്ല, ഉള്ള കഥയിലെ ഉള്ള ആൾക്കാർ തന്നെയാണ് ആ കഥയിലുള്ളത്. അപ്പോൾ ആ കഥ പറഞ്ഞ ആളുകൾക്ക് അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ കഥ എന്താണെന്ന് നമുക്കൊന്ന് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണ്ടേ? ഞാൻ എഴുതിയ കഥ, എന്റെ കഥ, എന്റെ കഥ ആരാ ചോർത്തിയത്? അപ്പൊ എന്റെ കഥ ചോർത്തിയിട്ട് അനീഷിനാരോ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ കഥ പറയുമ്പോ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരുമായിട്ട് ആ കഥയ്ക്ക് യാതൊരു തരത്തിലുള്ള ഒരു ഡിംഗ്ലോഫി ഇല്ല എന്നുള്ളത്. പക്ഷെ ചേട്ടായി ഡിംഗ്ലോഫി ഒക്കെ കണ്ടെത്തിയിട്ട് വന്നിട്ടുണ്ടെന്നാ പറയുന്നത്. കൊള്ളാം. കറണ്ട് ഇല്ലേ കേട്ടോ, പവർ കട്ടാണ് ഇപ്പോ നിരന്തരം. ഇത് തന്നെയാണ്, പകലൊക്കെ വല്ലപ്പോഴും കറണ്ട് വന്നാ വന്ന്, രാത്രി ഇടക്കിടക്ക് പവർ കട്ട്, തേങ്ങാ കൊല്ല. എന്തിലേക്ക് ആവട്ടെ, അതല്ലല്ലോ വിഷയമല്ലേ. അപ്പൊ ചേട്ടായി എന്തോ ഒരു കണ്ടുപിടുത്തം നടത്തിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്നാ പറയുന്നത്. അതുപോലെ തന്നെ ഫിറോസ്ക്ക് എന്തോ ഒരു 10 ലക്ഷം രൂപയൊക്കെ ചേട്ടായിക്ക് ഓഫറൊക്കെ ചെയ്തിട്ടുണ്ട്, വോയിസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ തങ്കപ്പൻ ചേട്ടന്റെ വോയിസ് ഇതിൽ കിടക്കുന്നുണ്ട്, കാണാം, സോറി കേൾക്കാം. ഈ വോയിസ് ആദ്യം തന്നെ നിങ്ങളൊന്ന് കേൾക്കാം. ഇത് ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിന്റെ വോയിസ് ആണ്. ഈ വോയിസ് എടുത്ത് പുറത്തിട്ട അല്ലെ ഇടാൻ വേണ്ടി കൊടുത്ത മാന്യ അദ്ദേഹത്തിനും എന്റെ മാന്യ നമസ്കാരം. ആ വോയിസ് ഒന്ന് കേൾക്കാം. സർ, ഗുഡ് മോർണിംഗ്. പിന്നെ ഒരു പ്രധാന കാര്യം പറയാനായിട്ടാണ് വിളിച്ചത്. കഴിഞ്ഞ ദിവസം ഞാൻ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അപ്പം നമുക്കൊരു രഹസ്യ വിവരം കിട്ടിയിരിക്കുന്നത്, ഈ അവർക്ക് ചെറിയ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാത്ത കാരണത്താലാണ് അവര് നമ്മുടെ ഈ പെർമിറ്റ് തടസ്സപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു വിവരം നമുക്ക് രഹസ്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഓക്കെ ആക്കി കൊടുത്തല്ലോ, കംപ്ലീറ്റ് ഡോക്യുമെന്റ്സ് ഓക്കെ ആക്കി കൊടുത്തു. പക്ഷേ ഇവരിത് സൈൻ ചെയ്യാൻ മടിക്കുന്നതിന്റെ കാരണം അവിടെ ഒരു മാഫിയ ഉണ്ട് അതിനകത്ത്, ആ ഇവരുടെ ഡിപ്പാർട്ട്മെന്റിൽ. അപ്പം എന്ത് കാര്യത്തിന് പോണേലും പാരിതോഷികങ്ങൾ എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് കാര്യങ്ങൾ നടക്കും എന്നുള്ള വിവരമാണ് തന്നത്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പം സാർ, എനിക്ക് അതിനുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അറിയിക്കണം. കാരണം അന്ന് അവിടെ നോക്കാൻ വന്നതിനും ഒക്കെ ഞാൻ കൈമടക്ക് കൊടുത്തായിരുന്നു, ആൾക്കാരെ മീഡിയേറ്റർ ആയിട്ട് നിർത്തി കൊടുത്തു. അപ്പൊ ഇനി ഇതിന് എന്താ അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ, എത്ര എങ്ങനെ നമ്മൾ അതിന് പുറകെ പോകാനും ഒക്കത്തില്ലല്ലോ. നമ്മൾ സാറിന് ആലോചിച്ചിട്ട് തന്നെ വിവരം സമയം പോലെ ഒന്ന് അറിയിക്കുകയോ എന്തെങ്കിലും ചെയ്ത ഉപകാരമായിരുന്നു. അതിന് വേണ്ട മേൽ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതും കൂടാണ് എനിക്ക് സാറിനെ ഓർമ്മപ്പെടുത്താനുള്ളത്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ. എന്തൊരു ഇൻവെസ്റ്റിഗേഷൻ അല്ല അനീഷ് നടത്തിയത്. അത് ബിഷപ്പിന്റെ സൗണ്ട് ആയിരുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തിയത് കേട്ടോ. ഞാൻ എന്റെ വീഡിയോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, ഒരു വോയിസ് മാത്രമേ പുറത്തു വിട്ടിട്ടുള്ളൂ. ഞാനതിലൂടെ കാണിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ശബ്ദത്തിന്റെ ഉടമ പറയുന്നത് ഞാൻ കൈക്കൂലി കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ഇനി നിങ്ങൾ കൊടുക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ ഇനി മുകളിലേക്ക് പോകേണ്ടി വരുമോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നു. അതായത് നിയമവിരുദ്ധമായിട്ടുള്ളൊരു കാര്യം ചെയ്തു, കൈക്കൂലി കൊടുത്തു. കൊള്ളാം. എന്തായാലും അനീഷ് കണ്ടെത്തിയതല്ലേ, നമുക്ക് കേൾക്കാം. ഓക്കെ, ഈ വോയിസ് നിങ്ങൾ കേട്ടല്ലോ. ഈ വോയിസ് ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിന്റെ വോയിസ് തന്നെയാണ്, അല്ലാതെ ഇവിടെ വേറെ ആരുടെയും വോയിസ് അല്ല. ഇത് കേൾക്കുന്നവർക്ക് അറിയാം. പക്ഷേ കഥാകൃത്തിന് ആ കാര്യം മനസ്സിലാകത്തില്ല എന്നൊന്നുമല്ല. കഥാകൃത്ത് നല്ലപോലെ മനസ്സിലാക്കിയിട്ട് കഥാകൃത്ത് ഒത്തിരി രേഖകളൊക്കെ വെച്ചുകൊണ്ടാണ് കഥാകൃത്ത് പറയുന്നതാണ് പറയുന്നത്. അപ്പൊ കഥാകൃത്ത് പറഞ്ഞ ഈ വോയിസ് എങ്ങനെ ഈ പറയുന്ന കഥാകൃത്തിന്റെ കയ്യിൽ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഫിറോസ് എന്ന് പറയുന്ന നന്മമരം, ഫിറോസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി കൊടുത്തതാകാനാണ് സാധ്യത. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോയിസ് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ മാത്രമേ ഈ ബിഷപ്പ് കൊടുത്തിട്ടുള്ളൂ. കാരണം ഈ വോയിസ് ബിഷപ്പ് കൊടുത്തിട്ടുള്ളത് ഫിറോസ് ഖാന്റെ കയ്യിലാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞ അനീഷാണ് കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടപ്പോ തന്നെ ഞാനത് ഫിറോസ് ഖാക്ക് അയച്ചു കൊടുത്തു. ഫിറോസ് ഖാ ഇങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ടല്ലോ, ഇത് എന്താ സംഭവം, സത്യാവസ്ഥ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് പറയേണ്ട ചേട്ടായി എന്ന് പറഞ്ഞപ്പോ മൂപ്പര് എനിക്ക് അയച്ചെന്ന ശബ്ദ സന്ദേശം ഞാനിതാ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ പോവുകയാണ്. അനീഷെ, 10 ലക്ഷം കിട്ടാൻ പോകുന്ന ഒരു ഗോൾഡൻ ചാൻസ് നിനക്കുണ്ട്, കാണാൻ. സന്ദീപേ, നീ കഥകളൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ ഒന്നിലേക്കും ഇല്ലാതിരുന്ന, ഒരു പ്രശ്നത്തിലും ഇല്ലാതെ സ്വന്തം കാര്യം നോക്കി, സ്വന്തം ബിസിനസ്സും സ്വന്തം ഫാമിലിയും നോക്കി ജീവിച്ചു പോകുന്ന ഞാനൊക്കെ ഇപ്പോൾ വീണ്ടും യൂട്യൂബേഴ്സ് വഴി, നിങ്ങളെ സുഹൃത്തുക്കൾ വഴി പൊന്തി വരുന്ന ഒരവസ്ഥയിലാണല്ലോ നിൽക്കുന്നത്. അതെ, നമ്മുടെ ഈ അനീഷ് ഉണ്ടല്ലോ, നിങ്ങളൊരു വീഡിയോ ലിങ്ക് അയച്ചു തന്നില്ലേ? ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു. അതിനകത്ത് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്തോ നിങ്ങളൊരു വോയിസ് ഇട്ടിട്ടുണ്ട് ബിഷപ്പിൻ്റെ, അത് ഞാനാണ് നിങ്ങൾക്ക് തന്നത് അല്ലെങ്കിൽ എനിക്ക് ബിഷപ്പ് അയച്ചതാണെന്ന് പറയുന്നുണ്ട്. അത് അനീഷ് എനിക്കാണത് ബിഷപ്പ് അയച്ചു തന്നതെന്നും ബാക്കിയുള്ള കാര്യങ്ങളും അനീഷ് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അനീഷിനൊരു 10 ലക്ഷം രൂപ ഞാൻ ഓഫർ ചെയ്യുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ അത്, ആ വീഡിയോയ്ക്ക് അത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം എനിക്ക് ദയവ് ചെയ്ത് എന്താ വെച്ചാൽ എന്നെ ഈ സീനിൽ നിന്ന് ഒഴിവാക്കി തരണം. എനിക്കിതിനകത്ത് ഒട്ടും താല്പര്യമില്ല. നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്, നമ്മുടെ ഫാമിലി ലൈഫും അതേപോലെ തന്നെ ബിസിനസ്സും ഒക്കെ ആയിട്ട്. പിന്നെ ഒന്നാമത്തെ എന്താ വെച്ചാൽ, ഈ ബിഷപ്പ് ഇദ്ദേഹം എന്നെ സാറിന് വിളിക്കാറില്ല. ഞാൻ വിളിക്കാം, ആരെ കൊണ്ടും വിളിപ്പിക്കാറില്ല. എൻ്റെ ഓഫീസിൽ പോലും എന്നെ ഒരാളും സാറിന് വിളിക്കില്ല. ഒന്നുമില്ല ഫിറോസ് ഖാന്ന് വിളിക്കും, അല്ലെങ്കിൽ ഇക്കാന്ന് വിളിക്കും. എൻ്റെ ഓഫീസിലെ എൻ്റെ സ്റ്റാഫൊക്കെ എന്നെ ഫിറോസ് ഖാന്ന് വിളിക്കുക. അതേപോലെ തന്നെ ഈ ബിഷപ്പും എന്നെ ഇക്ക എന്നാണ് വിളിച്ചിരുന്നത്. പിന്നെ വേറെ ആർക്കെങ്കിലും ഇയാൾ എൻ്റെ പേര് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഫിറോസിന് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഫിറോസിനോട് പറയുക എന്നുള്ള രീതിയിലാണ് പറയുക. എനിക്ക് അദ്ദേഹം അങ്ങനെ ഒരു വോയിസ് അയച്ചിട്ടുമില്ല, അങ്ങനെ ഒരു വോയിസ് അദ്ദേഹത്തിൻ്റെ എനിക്ക് കിട്ടിയിട്ടുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അപ്രൂവലിൻ്റെ കാര്യം. നമ്മൾ ചെറിയ ചുമക്കുണ്ട്,
നമ്മൾ ഈ അപ്രൂവലിന് ട്രൈ ചെയ്ത സമയത്ത് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു അവിടെ. ഫസ്റ്റ് ഇനീഷ്യൽ അപ്രൂവൽ എടുക്കുമ്പോഴും ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഫൈനൽ അപ്രൂവൽ എടുക്കുന്ന സമയത്തും കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ അവരോട് വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായല്ലോ. നമ്മളെന്താ വെച്ചാൽ ആൾറെഡി ഒരു NOC നമ്മൾ പഞ്ചായത്തിലേക്ക് അയച്ച്, അത് ഈ ലൈസൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഈ NOC അയക്കാൻ കാരണം എന്താ വെച്ചാൽ അവരുടെ ഒരു ഫ്രണ്ടല്ല, നമ്മുടെ ഒരു സുധിയുടെ ഒരു ഫ്രണ്ടായിരുന്നു, മറ്റേ നമ്മുടെ ഈ താജുദ്ദീൻ പത്തനംതിട്ട. അപ്പോൾ അദ്ദേഹം പഞ്ചായത്തിലാണ് ഭരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാനത് കിട്ടുമെന്ന് നോക്കട്ടെ, നിങ്ങളൊരു NOC അയക്കൂ ലൈസൻസിൻ്റെ ഭാഗത്തുനിന്ന്, എന്നിട്ട് പഞ്ചായത്തിൻ്റെ അവരെ വീടിൻ്റെ ലൈസൻസ് ഞാൻ എടുത്തു കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആൾറെഡി നമ്മുടെ ലൈസൻസ് ഒരു NOC, അതായത് വേറെ ആരെങ്കിലും ഇത് അപ്രൂവൽ എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, അപ്രൂവൽ എടുത്തോട്ടെ എന്നുള്ള രീതിയിൽ നമ്മളൊരു NOC അയച്ചു കൊടുത്തു. അങ്ങനെ അത് പ്രകാരം താജ് ട്രൈ ചെയ്തിട്ട് താജിന് കിട്ടിയില്ല എന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്. പിന്നെ അത് കൂടാതെ ഈവൻ സുധിയുടെ ഈ ഫാദർ തങ്കച്ചൻ എന്ന് പറയുന്ന ആള് വേറെ ആരെ കൊണ്ടൊക്കെ ട്രൈ ചെയ്യിപ്പിച്ചു, അവർക്കും കിട്ടിയില്ല, എന്തൊക്കെ പറഞ്ഞ അദ്ദേഹം. ഓക്കെ, ഇവിടെ ഈ വോയിസ് ബിഷപ്പിന്റേതാണെന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ അനീഷ് ഏട്ടനാണ്. എന്റെ പൊന്ന അനീഷ് ബ്രോ, ഞാൻ എന്റെ വീട്ടിൽ അത് ബിഷപ്പിന്റേതാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ താങ്കൾ പറയുന്നു അത് ബിഷപ്പിന്റേത് തന്നെയാണ് എന്ന്. അങ്ങനെയാണ് എങ്കിൽ കൈക്കൂലിയൊക്കെ കൊടുത്തു എന്നൊക്കെ പറയുന്ന ഒരു വോയിസ് ഒക്കെ അത് ഇന്ന ആളുടെന്നൊക്കെ പറയുന്നത് വളരെ മോശമല്ലേ? ഇവിടെ ഇതാ ഫിറോസ്ക പറയുന്നു എനിക്ക് അങ്ങനെ ഒരു വോയിസ് ഈ പറയുന്ന ആൾ അയച്ചു തന്നിട്ടില്ല എന്നുള്ളത്. എന്റെ പൊന്നെ, എന്തൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്? 10 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ഓഫറൊക്കെ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ബിഷപ്പ് അയച്ചു തരുന്ന കാര്യങ്ങൾ അപ്പാടെ താങ്കൾ ഇങ്ങനെ മിണുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. എനിക്ക് ഡാറ്റാസ് എന്തെങ്കിലും കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പബ്ലിക് പോർട്ടലിൽ നിന്ന് കിട്ടുന്നതാണ്, അതായത് ഗവൺമെന്റ് പോർട്ടലിൽ നിന്ന് കിട്ടിയ ഡാറ്റകളാണ് എന്നുള്ളത്. അതൊക്കെയാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത് എന്നുള്ളതാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിലുള്ള ആ ഒരു സാങ്കല്പിക കഥ നിങ്ങളാണ് റിയൽ ആക്കുന്നത്, ഞങ്ങളല്ല. അത് താങ്കൾ മനസ്സിലാക്കണോ? എന്തിനാ എന്റെ പൊന്നു ബ്രോ ബിഷപ്പിനെ വീണ്ടും ചളിവാരി എറിഞ്ഞു കൊടുക്കുന്നത്? കൈക്കൂലിയൊക്കെ കൊടുത്തു എന്ന് പറയുന്ന വോയിസ് ഒക്കെ അദ്ദേഹത്തിൻ്റെതാണെന്ന് താങ്കൾ അങ്ങ് സ്ഥിരീകരിക്കുന്നു. എന്തൊരു കഷ്ടത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഒരു വോയിസ് കേൾക്കാം. ഈ ഫിറോസ് എന്ന് പറയുന്ന ഇയാള് ഈ പറയുന്ന രേണുസുതിയെ കാണാനായിട്ട് വീട്ടിൽ ചെന്ന സമയത്ത് തങ്കച്ചൻ, ഈ രേണുസുതിയുടെ അച്ഛനായിട്ടുള്ള തങ്കച്ചൻ കറക്റ്റ് ആയിട്ട് ഈ പറയുന്ന പുള്ളിക്കാരനോട് പറഞ്ഞു എന്തുകൊണ്ട് കമ്മീഷൻ സർട്ടിഫിക്കറ്റ് റെഡിയാക്കി തരുന്നില്ല, ഞങ്ങൾക്ക് വീടിന്റെ നമ്പർ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ തങ്കച്ചൻ പറയുന്നുണ്ട്. മക്കളെ, അതൊന്ന് കേട്ട് നോക്ക്. ഇത് തങ്കച്ചൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മതിയല്ലോ. പിന്നെ കൊല്ലം സുധിയുടെ ആത്മാവ് കളിക്കുന്ന കളി, അതൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആദ്യം ഞാൻ തങ്കച്ചനോട് സംസാരിച്ച സമയത്ത് തങ്കച്ചൻ പറഞ്ഞ കാര്യം ഒന്ന് കേട്ടു. അതിനു മുന്നേ ഞാൻ ഫിറോസ് ഖാന്റെ വേറൊരു ഓഡിയോയും കൂടി കേൾപ്പിച്ചു തരാം കേട്ടാ. തങ്കച്ചൻ പറഞ്ഞാ പിന്നെ അത് മതിയല്ലോ എന്നുള്ളത്. ഇവിടെ രേണു വയ്യാതെ കിടക്കുകയാണെന്ന് താങ്കൾ ഇടക്കിടക്ക് ഇൻഫർമേഷൻ ഇങ്ങനെ പുറത്ത് വിട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ. അതായത് വയ്യാതെ കിടക്കുന്ന ഒരാള്, ഇതിൽ തങ്കച്ചൻ ചേട്ടനൊക്കെ ഇൻവോൾവ് ആക്കിയത് താങ്കളാണ് കേട്ടോ. ഞാൻ പറഞ്ഞ ഒരു സാങ്കല്പിക കഥയും പിടിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ആ വീഡിയോയിലൊന്നും ഈ പറയുന്ന കിടപ്പിലായ ആളുകളെ കുറിച്ചിട്ടൊന്നും ഞാനൊരു കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്റെ കഥ സാങ്കല്പികമാണെന്നുള്ളതാണ്. അത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. പക്ഷെ താങ്കളാണ് ഇപ്പൊ എല്ലാം കണക്ട് ചെയ്യുന്നത്. ബിഷപ്പിന്റെ വോയിസ് ആണ്, പിന്നെ തങ്കപ്പൻ ചേട്ടന്റെ സൗണ്ട്, തങ്കച്ചൻ ചേട്ടന്റെ സൗണ്ട്, സോറി ഇടക്കിടക്ക് പേര് മാറിപ്പോകുന്നു. ഓക്കെ, ആ സൗണ്ട് കേൾപ്പിക്കുന്നതിന് മുമ്പേ ഫിറോസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയി കണ്ടില്ലയോ എന്നുള്ള കാര്യം മാത്രമല്ല, വേറൊരു കാര്യം കൂടി കിടക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ വോയിസ് ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ രേണുവിനെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ അടുത്ത ദിവസം ഞാനൊരു വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 1/4 മണിക്കൂർ ഞാൻ ആ വീട്ടിലിരുന്ന് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് പറയാണ്, ഞാൻ ഈ 1/4 മണിക്കൂർ സംസാരിച്ചിട്ടും അദ്ദേഹം എനിക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും ആ വീട്ടിൽ പോയപ്പോൾ എനിക്ക് ഓഫർ ചെയ്തില്ല. എനിക്ക് അദ്ദേഹത്തിന്റെ വെള്ളം കുടിച്ച് ജീവിക്കേണ്ട ഗതികേടില്ല. എങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കട്ടെ എന്നുള്ളത് ഒരു ആതിഥ്യ മര്യാദയാണ്. അതുപോലും അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചില്ല. അത് വലിയൊരു ഇതാണ്. എന്നിട്ടാണ് അദ്ദേഹം ഈ പറയുന്നത് എൻ്റെ കാല് പിടിച്ചു, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കാല് പിടിച്ച് ആജ്ഞാപിച്ചു എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ലൈസൻസ് എന്തെങ്കിലും ശരിയാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ അന്ന് ആരൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എന്നിട്ട് എന്തായെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ആരോ വന്ന് അളന്നു പോയി, പിന്നെ അവർ ഞങ്ങളായിട്ട് കോപ്പറേറ്റ് ചെയ്തില്ല, അവർ പിന്നെ വന്നില്ല, അവരെ കെയർ ഓഫിൽ ആരെ കൊണ്ട് അളപ്പിച്ചു, ലൈസൻസ് അപ്രൂവൽ എടുക്കാൻ അവർ ട്രൈ ചെയ്തു, കിട്ടിയില്ല അല്ലെങ്കിൽ വന്നില്ല എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതിലപ്പുറത്തേക്ക് ഒന്നുമില്ല കേട്ടോ ഇതിനകത്ത്. നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ നമ്മളിതിനകത്തോട്ട് വലിച്ചഴക്കരുത്. അത് ആർക്ക് വേണമെങ്കിലും ലൈസൻസി ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും അത് അപ്രൂവൽ എടുക്കാൻ കഴിയും. ഞങ്ങളൊരു 1.5 വർഷം മുന്നേ ഞങ്ങളത് കേസ്മാർട്ടുള്ള സമയത്ത്, കേസ്മാർട്ടല്ല, വേറെന്തോ സോഫ്റ്റ്വെയർ ആയിരുന്നു അന്ന്. ആ സമയത്ത് നമ്മൾ പഞ്ചായത്തിൽ നമ്മൾ NOC കൊടുത്തതാണ്, അപ്രൂവൽ എടുത്ത ലൈസൻസി. ഈ പറയുന്ന ഇങ്ങനെയൊന്നും കള്ളം പറയാൻ പറ്റരുത്. അനീഷ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അനീഷിൻ്റെ അടുത്ത് പറയണം,
അനീഷ് ഭായ്, നമ്മൾ തമ്മിലൊരു പ്രശ്നമൊന്നുമില്ല. വെറുതെ ഒരാളെ കുറിച്ചിട്ട് അനാവശ്യങ്ങളൊന്നും ഇങ്ങനെ പറയരുത് കേട്ടോ. അനീഷ് കേൾക്കും, അനീഷിനെ ഞാൻ ടാഗ് ചെയ്തിട്ട് വീഡിയോ ഇടാൻ പോകുന്നത്. ഈ അനീഷ് ബ്രോയുമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ല കേട്ടോ. ഞങ്ങളൊക്കെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളാണ്. സത്യത്തിന്റെ കൂടെയാണ് ആൾ നിൽക്കുന്നതെന്ന് പറയുന്നു, ഞാൻ സത്യത്തിന്റെ കൂടെയാണ് നിൽക്കുന്നത്. എന്റെ ഭാഗമായിരിക്കും എനിക്ക് എപ്പോഴും ശരി, നിങ്ങളുടെ ഭാഗമായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ശരി എന്നുള്ളതാണ്. അപ്പോൾ ഫിറോസ്ക പറയുന്ന വാക്കുകൾ കേട്ടില്ലേ. പിന്നെ താജുദ്ദീൻ എന്ന് പറയുന്ന ഈ വ്യക്തി മുൻപ് ഒരുപാട് ഇന്റർവ്യൂകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടു നമ്പറിന് വേണ്ടിയിട്ടുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ നീക്കുപോക്ക് ചെയ്തിട്ട് ലാസ്റ്റത്തെ ഒരു 6000 5000 അങ്ങനെ എത്രയോ രൂപ അടച്ചു കഴിഞ്ഞാൽ പേപ്പർ കിട്ടും. പക്ഷെ അത് ഞങ്ങളുടെ കയ്യിലില്ല എന്ന് പറഞ്ഞത് തങ്കപ്പൻ ചേട്ടനാണ് എന്നാണ് അദ്ദേഹം ആ വീഡിയോയിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞൊന്നല്ലട്ടത്, അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ റിയാക്ട് ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ ഇവിടെയുള്ള ഒട്ടുമിക്ക എല്ലാ യൂട്യൂബർമാരും ഉണ്ട് എന്നുള്ളതാണ്. അവർ 5000 രൂപ എവിടെയെങ്കിലും കടം വാങ്ങിയിട്ടെങ്കിലും കൊടുത്തിട്ട്, അല്ലെങ്കിൽ ആ പൈസ കടം വാങ്ങി കൊടുത്തിട്ട് ആ പേപ്പർ കയ്യിലാക്കിക്കൂടെ എന്നുള്ളതായിരുന്നു ചോദ്യം. പക്ഷെ അതല്ല. പിന്നെ താങ്കൾ പറയുന്നുണ്ട് കരമടച്ച റെസീപ്റ്റ്, നികുതി അടച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിപ്പോ ഏതെങ്കിലും ഒരു ഭൂമി ഇതേപോലെ കേസിലൊക്കെ പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. ഇതിന്റെ കഥ എനിക്കറിയില്ല, ഞാൻ ഇതിനെ കൂട്ടി വെച്ചൊന്നും പറയുന്നില്ല എന്നുള്ളതാണ്. എന്റെ സാങ്കല്പിക കഥയിലുള്ള ആ ഒരു ഭൂമിക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നികുതി ചീട്ടൊക്കെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്, വീട്ടു നമ്പറും കിട്ടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷെ റിയൽ ലൈഫാണെന്ന് താങ്കൾ പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് താങ്കളാണ് പറയേണ്ടത്. കഴിഞ്ഞില്ല, ഇനി തങ്കപ്പൻ ചേട്ടന്റെ ഡയലോഗ് കൂടി കേൾക്കാം. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ കെട്ടിടം പണിത അതോറിറ്റി ഉണ്ടല്ലോ, ആ കോൺട്രാക്ടർ, അവർ നമുക്ക് നൽകേണ്ട കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ്, അതായത് പണി പൂർത്തീകരിച്ചു, അവർക്ക് താമസയോഗ്യമെന്ന് പറഞ്ഞാൽ അതാണ് ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അത് പണി ചെയ്തിട്ട് ഇവർ തന്നിട്ടില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇവിടെ വന്നായിരുന്നു, ചേണൂരെ കാണാനെന്ന് പറഞ്ഞ് ഇവിടെ വന്നായിരുന്നു ഈ ഫിറോസ്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ കാല് പിടിക്കുന്ന പോലെ ഞാൻ പറഞ്ഞു, സാറേ ആ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അവരുടെ കമ്പ്യൂട്ടറിൽ ഇതെല്ലാം കിടക്കുന്നത്, അതൊന്നും ഇവിടെ വന്ന് ആരെങ്കിലും ഒരു സൂപ്പർവൈസർ ആരെങ്കിലും വന്നൊന്ന് അളന്ന് വരച്ച് തന്നാൽ മാത്രം മതി. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇല്ല അത് അയാൾ ഇവിടെ ഇല്ല, അയാൾ വിദേശത്ത് പോയിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ മറ്റുള്ള കുഴപ്പം കൊണ്ടൊന്നും, അല്ലെങ്കിൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത കൊണ്ടാണ് ഈ താമസം. ഇനിയിപ്പോൾ അല്ലാതെ ഈ വസ്തു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തന്ന തിരുമേനിയുടെ വസ്തുവായിട്ട് അതിന് ഒരു കേസോ ഒന്നുമില്ല. കാരണം ഈ കെട്ടിടം പണിയണമെങ്കിൽ തന്നെ, പെർമിറ്റ് വേണമെങ്കിൽ തന്നെ സ്വന്തം പേരിൽ വസ്തു വേണം, കരം കെട്ടണം, അല്ലെ, വില്ലേജിലുള്ള സകല ഇടപാടും വേണം, എന്നിട്ട് പഞ്ചായത്തുകാർ പെർമിറ്റ് തന്നെ തരുന്നത്. അപ്പൊ നമ്മുടെ അതെല്ലാം ക്ലിയർ ആണ്, ഒരു കുഴപ്പമില്ല, വസ്തു സംബന്ധമായ ഒരു കേസോ ഒരു തർക്കവും ഉണ്ടായിട്ടില്ല. ഇത് താമസിച്ചാണ് ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അവർ തരാത്ത താമസം. ഇനിയിപ്പം ഞങ്ങൾ തന്നെ ആരെങ്കിലും എഞ്ചിനീയർമാരെ വിളിച്ചുകൊണ്ട് വന്ന് ഒന്നുകൂടെ അളപ്പിച്ച് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷ നമ്മൾ കൊടുത്തിട്ട് വരി നമ്പർ കിട്ടും. അത്രേ ഉള്ളൂ അതിൻ്റെ അകത്തെ കാര്യം, വേറെ ഒന്നുമില്ല. ഏതെങ്കിലും ഒരു എഞ്ചിനീയർ വന്നിട്ട് അളവും കാര്യങ്ങളും തിട്ടപ്പെടുത്തിയിട്ട് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിനുള്ള ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഒന്ന് കിട്ടും. അതായത് ലോകവിവരമില്ലാത്തതിന്റെ ഭാഗമായിട്ടുണ്ടായ മിസ്റ്റേക്ക് ആവാം. ഇത് കേൾക്കുമ്പോൾ എനിക്കത് തോന്നുന്നത്. പിന്നെ ആയകാലത്ത് ഈ വിഷയങ്ങളൊക്കെ കൃത്യമായിട്ട് റിയാക്ട് ചെയ്ത ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന്റെ കോമഡിയൊക്കെ ട്രോൾ വീഡിയോസ് ഇഷ്ടം പോലെ കിടക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണെന്നുള്ളതാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, നമ്മുടെ ഫിറോസുക്ക എല്ലാം ഒരു മെയിലാക്കിയിട്ട് പഞ്ചായത്തിന് കൊടുത്തിട്ടുണ്ട് എന്നും, താജു ചേട്ടൻ അതിന് കൃത്യമായി ഇടപെടൽ നടത്തിയെന്നും, ആ താജു ചേട്ടൻ അവസാനം ഇവർക്ക് എന്തോ ആയി മാറി, ശത്രു അങ്ങനെ എന്തൊക്കെ ആയി മാറിയതൊക്കെ അദ്ദേഹം പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളായിട്ട് ഇനിയൊന്നും പറയുന്നില്ല. പിന്നെ ആ ഒരു സാങ്കല്പിക കഥയുണ്ടല്ലോ, അത് അവസാനിച്ചിട്ടില്ല കേട്ടാ. പാർട്ട് 3 ലോഡിംഗ് ആണ്, അതെല്ലാരും വെയിറ്റ് ചെയ്യണം. ഇവിടെ രേണുവിന്റെ അച്ഛൻ തങ്കച്ചൻ പറയുന്ന കാര്യം കേട്ടല്ലോ, അവർ തന്നെ ഇനി അത് ചെയ്തോളും. ഇവിടെ വീട് പണിത് കൊടുത്ത അവര് ചെയ്യാത്ത കാര്യം അവിടെ ചെന്നപ്പോൾ പറഞ്ഞത് എന്താണ്? എഞ്ചിനീയർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈയൊഴിയുകയാണ്. എടാ, ഒരു വീട് പണിത് കൊടുത്താൽ അതിന്റെ എല്ലാ സർട്ടിഫിക്കറ്റും കൊടുത്ത് ക്ലിയർ ചെയ്യണ്ടേ? അത് ചെയ്യാത്തത് ആരാണ്? ഈ പറയുന്ന ഫിറോസ് എന്ന് പറയുന്ന നന്മമരം തന്നെയാണ്. ഓക്കെ, ഇവിടെ ഈ അച്ഛൻ പറഞ്ഞ പോലെ ഇവരെനിയും പോയിട്ട് അത് ചെയ്യുമെന്ന് പറഞ്ഞേ. അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ ഈ പറയുന്ന രാഹുൽ ദാസ് എന്ന് പറയുന്ന ഇവന്റെ സൈൻ വേണം. ഇവൻ അവിടെ പോയി ഒരു സൈൻ ചെയ്ത് കൊടുക്കാൻ പോലും ഇവൻ ഇന്നേ വരെ അതിന് തുനിഞ്ഞിട്ട് പോലുമില്ല. എന്റെ അനീഷ് ബ്രോ, നിങ്ങൾ ആളുകളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോ. പക്ഷെ ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, അയാളുടെ സമയം, അയാളുടെ സമ്പത്ത് എല്ലാം ചെലവാക്കിക്കൊണ്ടാണ് ഈ വീടിന് വേണ്ടിയിട്ട് പണിയെടുത്തിട്ടുള്ളത്. ഇത്രയും നാളായിട്ട് ഫിറോസുക്ക എന്ന് പറയുന്ന വ്യക്തിയെ ഇവിടെയുള്ള യൂട്യൂബർമാരൊന്നും കുറ്റം പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. രേണുവിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ കുറ്റം പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ താങ്കൾ കുറ്റം പറയുന്നു. എടാ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾക്കൊരു മുട്ടുസൂചി പോലെ ഒരാൾക്ക് വാങ്ങിക്കൊടുക്കാനുള്ള കഴിവില്ലായിരിക്കാം. എന്നാൽ മുട്ടുസൂചി വാങ്ങിക്കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ മോശക്കാരനാണെന്ന് പറയാൻ ആ നാക്കിനൊരു കുഴപ്പം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇതൊക്കെയാണ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ അറിയാണ്ട് പറഞ്ഞു പോയതായിരിക്കും, നമ്മളിടയ്ക്ക് അങ്ങനെ പറയാറൊക്കെ ഉണ്ട് ഓരോ മണ്ടത്തരങ്ങളൊക്കെ. അത് കാര്യമാക്കണ്ട. പിന്നെ കിച്ചുവിനൊരു ഒപ്പ് പോലും ഇടാൻ സമയമില്ല. പിന്നെ കിച്ചുവിനെ വീണ്ടും താങ്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ തന്നെ കുറച്ച് ഭാഗങ്ങളുണ്ട്, പക്ഷെ ഞാനത് റിയാക്ട് ചെയ്യുന്നില്ല. അതിന് താങ്കളുടെ കയ്യിൽ എന്താ തെളിവുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ കുത്തി പറയാതെ, നിങ്ങൾ കിച്ചുവിന്റെ പേരൊക്കെ പറഞ്ഞിട്ടാണല്ലോ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തുറന്ന് ഒറ്റയടിക്ക് പറയാം, അല്ലെങ്കിൽ അതിന്റെ തെളിവും പുറത്തു വിടുക. അതെനിക്ക് പറയാനുള്ളൂ. പിന്നെ എന്റെ സാങ്കല്പിക കഥ അത് എന്റെ മാത്രം സാങ്കല്പിക കഥയാണ്. അതിന് പബ്ലിക് ഡൊമൈനിൽ കിട്ടുന്ന രീതിയിൽ വേണമെങ്കിൽ തരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് കിട്ടിയ ഡാറ്റാസ് പെർഫെക്റ്റ് ആണ്, സത്യസന്ധമാണ്.
അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്തരം ഒരു കഥ പറഞ്ഞത്. ഇനിയും ആ കഥ തുടരുക തന്നെ ചെയ്യും. ഇനിയും അത്തരം ഒരുപാട് കഥകൾ രംഗത്ത് വരിക തന്നെ ചെയ്യും. അത്രേ പറയുന്നുള്ളൂ. രേണുവിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്നിൽ നിന്നും അടർത്തി എടുത്തു കൊണ്ടുപോയിട്ട്, എൻ്റെ വീഡിയോയിൽ നിന്നും അടർത്തി എടുത്തു കൊണ്ടുപോയിട്ട് ഇന്നതാണ് ഇവൻ പറഞ്ഞത്, ഇന്നതാണ് സംഭവം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അത് എടുത്തു കൊണ്ടുപോകുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും എന്നുള്ളതാണ്. കാരണം എൻ്റെ ഭാഗം ക്ലിയർ ആണ്, ക്ലിസ്റ്റർ ക്ലിയർ. വീണ്ടും പരമതി വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പാൾ സൈനിങ്.